നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ശുപാർശ CPMന്റെ അവൈലബിൾ പൊളിറ്റ് ബ്യൂറോ തള്ളിയിരിക്കുന്നു. തുടർന്ന് ഓൺലൈനായി പൂർണ്ണ PB വിളിച്ചാണ് ശുപാർശ പാസാക്കിയെടുത്തത്. അത് 3 വോട്ടിന്റെ മാത്രം ഭൂരിപക്ഷത്തിന്. പൂർണ്ണ PB യോഗത്തിൽ മലയാളികളായ MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ എന്നിവരുടെയും തന്നെയും വോട്ടില്ലായിരുന്നെങ്കിൽ പിണറായിക്ക് പ്രതിപക്ഷ നേതൃപദം ദുഷ്കരമാകുമായിരുന്നു. പിണറായി പ്രതിപക്ഷ നേതാവാകുന്നതിനോട് മറ്റൊരു മലയാളി അംഗം ബിജു കൃഷ്ണൻ വിയോജിച്ചു. PBയിലെ 18 അംഗങ്ങളിൽ U വാസുകി ഓൺലൈൻ യോഗത്തിൽ പങ്കെടുത്തില്ല. 10 പേർ പിണറായി തുടരട്ടെ എന്ന് അഭിപ്രായപ്പെട്ടപ്പോൾ 7 പേർ എതിർത്തു. തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്തു കഴിഞ്ഞ PBയിൽ പിണറായിയും MV ഗോവിന്ദനെയും നിരത്തിയ ന്യായവാദങ്ങളെ നിശിതമായി വിമർശിച്ച ബംഗാൾ ഘടകത്തിലെ അംഗങ്ങൾ ഇക്കുറി പിണറായി തുടരട്ടെ എന്ന നിലപാടിനോട് യോജിച്ചതും കൗതുകമായി. കേരളത്തിൽ നിന്നുള്ളവർക്ക് പുറമെ നിരവധി മറ്റുള്ള സംസ്ഥാനങ്ങളിലെയും നേതാക്കളും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയന് മേൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയാൻ സമ്മർദ്ദം. ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി സ്ഥാനം ഒഴിയുന്നതാണ് നല്ലതെന്ന അഭിപ്രായമാണ് പാർട്ടി സെക്രട്ടറി MA ബേബിക്കുള്ളത്. വിവിധ ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് പിണറായിക്കും MV ഗോവിന്ദനുമെതിരെ രൂക്ഷ വിമർശനമുയർന്ന സാഹചര്യത്തിലാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ മനംമാറ്റം. CPMന് ഇത്തരം ഒരു നീക്കം നടാടെയാണ്. പാർട്ടി അഖിലേന്ത്യാ സെക്രട്ടറി MA ബേബിയുടെ താല്പര്യം ഇതുതന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. MA ബേബി പിന്നണിയിൽ നിന്നാണ് കളിക്കുന്നത്. ജില്ലാ കമ്മിറ്റികളിൽ ഭൂരിപക്ഷവും പിണറായിക്കെതിരെ തിരിഞ്ഞാൽ തന്റെ ജോലി എളുപ്പമാകാനാണ് സാധ്യതയെന്ന് കരുതി 5ലധികം PB അംഗങ്ങൾ പിണറായിയെ എതിർക്കുന്നു. ഓൺലൈൻ PB യോഗത്തിലാണ് നീക്കം. പാർട്ടി കോൺഗ്രസ് പിണറായിക്ക് ഇളവ് നൽകിയിരുന്നു. തൽക്കാലം പിണറായിയെ തുടരാൻ അനുവദിച്ച ശേഷം ഒഴിവാക്കാനാണ് നീക്കം. ഒടുവിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനവും MV ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറി പദവിയും അടിയന്തരമായി ഒഴിയണമെന്നും CPM കൊല്ലം ജില്ലാ കമ്മിറ്റിയിൽ കൂട്ടാവശ്യമുയർന്നു. അല്ലാത്തപക്ഷം ഇരുവരെയും പാർട്ടി ഒഴിവാക്കണം. ഉത്തരവാദിത്തം നിറവേറ്റാത്ത സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉടൻ പുനഃസംഘടിപ്പിക്കണം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഭരണവിരുദ്ധ തരംഗമല്ല, പിണറായി ഗോവിന്ദൻ വിരുദ്ധ തരംഗമാണെന്നും തെരഞ്ഞെടുപ്പ് വിശകലനത്തിന് ചേർന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ അംഗങ്ങൾ വിമർശിച്ചു. പേരാവൂരിൽ KK ശൈലജയെ ഈഗോയുടെ പേരിൽ കുരുതി കൊടുത്തുവെന്നും അവിടെ മത്സരിക്കേണ്ടിയിരുന്നത് ധീരനായ പിണറായി വിജയനായിരുന്നുവെന്നും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നേതാക്കൾ പറഞ്ഞു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട, കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ ഉയർന്ന രൂക്ഷ വിമർശനത്തിന്റെ ആവർത്തനമാണ് രണ്ടിടത്തെയും ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലും ഇന്നലെ കണ്ടത്. കൂടുതൽ നിശിതമായ വിമർശനം കൊല്ലത്തായിരുന്നു. 61 വയസ്സുള്ള മുഖ്യമന്ത്രി കേരളം ഭരിക്കാൻ പോകുമ്പോൾ പ്രതിപക്ഷ നേതാവായ 80 കഴിഞ്ഞ പിണറായി വേണ്ട. പിണറായിയെ ജനങ്ങൾക്ക് സമീപിക്കാനാവില്ല. ഫലത്തിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിക്കുക BJPയുടെ പാർലമെന്ററി പാർട്ടി ലീഡറായിരിക്കുമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ഏകാധിപതികളുടെ കാലം കഴിഞ്ഞെന്ന് മനസ്സിലാക്കണം. പരനാറി, നികൃഷ്ടജീവി, കടക്ക് പുറത്ത്, വീട്ടിൽ പോയി ചോദിക്കെ, ചെറ്റ, ഡാഷ്മോൻ തുടങ്ങിയ പിണറായിയുടെ ധാർഷ്ട്യം നിറഞ്ഞ പദപ്രയോഗങ്ങളാണ് തോൽവിക്ക് പ്രധാന കാരണം. 2000 രൂപ പെൻഷൻ നൽകുന്നുവെന്ന് പറഞ്ഞ് പിണറായി ചെയ്യുന്നതെല്ലാം ജനങ്ങൾ അംഗീകരിക്കില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതലയുണ്ടായിരുന്ന A വിജയരാഘവൻ ഭാര്യ R ബിന്ദുവിനെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കിയെങ്കിൽ ഇത്തവണ MV ഗോവിന്ദൻ ഭാര്യ PK ശ്യാമളയെ മത്സരിപ്പിച്ച് മന്ത്രിയാക്കാൻ നോക്കി. 4 PB അംഗങ്ങളിൽ ഒരാൾക്ക് മരുമകനെ ഉയർത്തിക്കൊണ്ടുവരണം. മറ്റു 2 പേർക്കും ഭാര്യമാരെ മന്ത്രിമാരാക്കണം. ഇതിന്റെ ഇരയായി KK ശൈലജ മാറിയെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. CPM ജില്ലാ സെക്രട്ടേറിയറ്റിന് പിന്നാലെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമുണ്ടായി. പേരാവൂരിൽ KK ശൈലജയെ മത്സരിപ്പിക്കാതെ പിണറായി തന്നെ മത്സരിക്കണമായിരുന്നുവെന്ന് വിമർശനമുയർന്നു. മുൻ മന്ത്രി വീണ ജോർജിനെതിരെയും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുണ്ടായി. ഇളവ് തേടി പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാനാണ് 3ാമത് മത്സരത്തിന് ഇറങ്ങിയതെങ്കിൽ പേരാവൂരിൽ KK ശൈലജയ്ക്ക് പകരം പിണറായി തന്നെ മത്സരിക്കണമായിരുന്നുവെന്നും ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ഭരണരംഗത്തെ പോരായ്മകളും പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനങ്ങളുമാണ് പരാജയത്തിന് കാരണമായതെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. ശൈലജയെ വിജയ സാധ്യതയുള്ള മറ്റൊരു സീറ്റിൽ മത്സരിപ്പിക്കാമോ ആയിരുന്നുവെന്നും പാർട്ടിയെ വിജയത്തിലേക്ക് നയിക്കാൻ ഇറങ്ങിയ പിണറായി നേരിട്ട് കടുത്ത മത്സരങ്ങളിൽ ഏർപ്പെടണമായിരുന്നുവെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടി. പിണറായി വിജയനെ വീണ്ടും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തേക്ക് കൊണ്ടുവന്നതിലും വലിയ വിമർശനങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രിയുടെ പ്രവർത്തന രീതി ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു തരത്തിലുള്ളതായിരുന്നുവെന്ന് മുൻ മന്ത്രി വീണ ജോർജിനെതിരെ ഉയർന്ന വിമർശനം. പാർട്ടി പ്രവർത്തകർക്ക് പോലും ആവശ്യങ്ങൾക്ക് ഫോണിൽ വിളിച്ചാൽ കിട്ടാത്ത രീതിയിലായിരുന്നു മന്ത്രിയുടെ ഇടപെടലെന്നും ഈ സമീപനം
എന്നിവരെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായെന്നും വിമർശനമുയർന്നു. തുടർച്ചയായ വിവാദങ്ങളിൽ അകപ്പെട്ടതും അവയെക്കുറിച്ച് കൃത്യമായ വിശദീകരണം നൽകാൻ കഴിയാതെ പോയതും വീണ ജോർജിനെതിരെ ഉന്നയിക്കപ്പെട്ട പ്രധാന പരാതികൾ. മുഖ്യമന്ത്രി എന്ന നിലയിൽ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോലും തയ്യാറാകാത്ത പിണറായി വിജയനെ എന്തിന് പ്രതിപക്ഷ നേതാവാക്കി എന്ന് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നിരുന്നു. അദ്ദേഹം വീണ്ടും പാർട്ടി അണികളെ വെല്ലുവിളിക്കുകയാണ്. പ്രായപരിധിയിൽ ഇളവ് നൽകിയത് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടി മാത്രമാണ്. അതുകൊണ്ട് അടിയന്തരമായി മറ്റാരെങ്കിലും പ്രതിപക്ഷ നേതൃ പദവി ഏറ്റെടുക്കണം, ഇല്ലെങ്കിൽ കൂടുതൽ തകർച്ചയുണ്ടാകുമെന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ മുന്നറിയിപ്പുണ്ടായി. UDF ഇടതുകോട്ടകളിൽ കൊടുങ്കാറ്റ് വീശിയതോടെ CPMന്റെ ശക്തി കേന്ദ്രങ്ങൾ തകർന്നടഞ്ഞു. പയ്യന്നൂരും തളിപ്പറമ്പിലും അടക്കം ജയിച്ചു കയറിയ UDF പേരാവൂരും നിലനിർത്തി. കരുത്തരുടെ പോരാട്ടത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയെ വീഴ്ത്തി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് വെന്നിക്കൊടി പാറിച്ചു. അതോടെ 2011 ശൈലജ സണ്ണി ജോസഫിനോട് പരാജയപ്പെടുകയായിരുന്നു. പേരാവൂർ എന്ത് വില കൊടുത്തും തിരിച്ചു പിടിക്കുക, KPCC പ്രസിഡന്റിനെ അറ പറ്റിക്കുക എന്ന ലക്ഷ്യത്തോടെ ശൈലജയെ കളത്തിലിറക്കിയ CPM നീക്കം ഫലം കണ്ടില്ല. കണ്ണൂർ എന്ന CPMന്റെ ചെങ്കോട്ടയിൽ തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിക്കുന്നതാണ് പേരാവൂരിലെ ഫലം. ആദ്യ 2 റൗണ്ടുകളിൽ മാത്രമാണ് ശൈലജ ലീഡെടുത്തത്. 3-ാം റൗണ്ട് മുതൽ ലീഡെടുത്ത സണ്ണി ജോസഫ് പിന്നീട് പടിപടിയായി ലീഡ് വർദ്ധിപ്പിച്ചു. അതോടെ ഇടത് ക്യാമ്പിലെ പ്രതീക്ഷയേറ്റു. ഭൂരിപക്ഷം 10,000 കടന്നതോടെ ശൈലജയും പാർട്ടിയും വൻ തോൽവിയിലേക്ക് നീങ്ങി. മട്ടന്നൂരിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചതോടെയാണ് ശൈലജ പേരാവൂരിലെത്തിയത്. അതോടെ 1.5 പതിറ്റാണ്ടിനപ്പുറം സണ്ണി ജോസഫ് ശൈലജയും വീണ്ടും നേർക്കുനേർ വന്നു. 2021 മട്ടന്നൂരിൽ മത്സരിച്ച് കേരള രാഷ്ട്രീയത്തിലെ റെക്കോർഡ് ഭൂരിപക്ഷം നേടിയ ശൈലജയ്ക്ക് പാർട്ടിക്ക് അപ്പുറമുള്ള വോട്ടുകൾ സമാഹരിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് പേരാവൂരിലുള്ളത്. 1ാം പിണറായി സർക്കാർ ആരോഗ്യമന്ത്രിയായുള്ള പ്രകടനത്തിലൂടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും ശൈലജ ചർച്ചകളിലേക്ക് വന്നിരുന്നു. എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനമായ ഒരു നീക്കം CPM ശൈലജയിലൂടെ നടത്തിയെങ്കിലും തീരുമാനം തിരിച്ചടിയായിരുന്നു ഫലം. വടകര ലോക്സഭാ സീറ്റ് തിരിച്ചു പിടിക്കുക എന്ന ദൗത്യത്തിനിറങ്ങിയ ശൈലജയ്ക്ക് പക്ഷേ ഷാഫി പറമ്പിന് മുന്നിൽ ദയനീയമായി അടിതെറ്റി. എന്നാൽ വടകരയിലെ സ്ഥിതിയായിരിക്കില്ല പേരാവൂരിലെന്ന് പറഞ്ഞാണ് ഇടത് ക്യാമ്പ് തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയത്. 2021 പേരാവൂരിൽ കിതച്ച് ജയിച്ച സണ്ണി ജോസഫ് ഇത്തവണ ശൈലജയ്ക്ക് മുന്നിൽ വീഴുമെന്ന ഉറച്ച പ്രതീക്ഷയും LDF പുലർത്തി. ഉറച്ച പാർട്ടി വോട്ടുകൾക്കൊപ്പം ശൈലജയുടെ ജനപ്രീതിയും കൂടി വോട്ടാകുമ്പോൾ സീറ്റ് തിരിച്ചു പിടിക്കാമെന്ന് പാർട്ടി കരുതി. എന്നാൽ അതൊന്നും ജനവിധിയിൽ പ്രതിഫലിച്ചില്ലെന്ന് വേണം കരുതാൻ. ഇക്കുറി ജനം സണ്ണി ജോസഫിന് കൈകൊടുത്തതോടെ CPMന് വൻ തിരിച്ചടി. 2006 പേരാവൂരിൽ മത്സരിച്ച KK ശൈലജ കോൺഗ്രസിന്റെ സിറ്റിംഗ് MLAമാരായിരുന്ന AD മുസ്തഫയെ 9,199 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. മണ്ഡലം രൂപീകൃതമായ ശേഷം ഇടതുപക്ഷം നേടിയ ഏറ്റവും വലിയ വിജയമായിരുന്നു അത് ആവർത്തിക്കുമെന്ന പ്രതീക്ഷ തെറ്റിയെന്ന് മാത്രമല്ല, UDF ഭൂരിപക്ഷം ഉയർത്തുകയും ചെയ്തു. ഇടതുവിരുദ്ധ തരംഗം പേരാവൂരിലും ആഞ്ഞടിക്കുമെന്ന UDF അവകാശവാദം ശരിവെക്കുന്നതാണ് കണ്ടത്. you